നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീണ. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞ പേഷ്യൻസിന് ചികിത്സിക്കുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ് ഞാൻ. പക്ഷെ എനിക്ക് വരുന്ന ഒരുപാട് കോളുകളിൽ പ്രധാനമായിട്ടും എന്നോട് എല്ലാവരും ചോദിക്കുന്നത് ഹൃദയത്തിന് ബാധിച്ച ബ്ലോക്ക് മാറ്റിത്തരുമോ എന്നാണ്. ഒരു ആൻജിയോഗ്രാം ചെയ്യാൻ പോയി 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ഡോക്ടറെ അത് മാറ്റിത്തരുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എനിക്ക് കുറേ കോളുകളിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചികിത്സിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വയം മാറ്റാവുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് ബ്ലോക്ക് എന്നും അത് ഉണ്ടാകാനുള്ള കാരണങ്ങളും അതിനോട് സംബന്ധിച്ച നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, ഒരു ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും കഴിയുന്നതും എത്രമാത്രം നമുക്ക് ഒഴിവാക്കാം എന്നുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കിപ്പോ നന്നായിട്ട് ഓടുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. ആ ഓടുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു നെഞ്ചിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിമ്മിഷ്ടോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുറം വേദന അല്ലെങ്കിൽ കിടപ്പ്, നെഞ്ചൊരു ഭാരം, വിമ്മിഷ്ടം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് 70% അധികം ബ്ലോക്ക് ഉണ്ട് എന്നാ. കാരണം നമുക്ക് ഭഗവാൻ 3 വെസലിൽ കൂടെയായിട്ട് 3 രക്തക്കുഴലിലൂടെ നമുക്ക് ഹൃദയത്തിന് നിറച്ച് രക്തം കൊടുക്കുന്നുണ്ട്. അതില് ഒരു 70%-നേക്കാളും കൂടുതൽ ബ്ലോക്ക് വന്നാൽ, അതായത് 30%-നേക്കാളും കുറവാണ് നമുക്ക് രക്തം ഹൃദയത്തിന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകൾ പുറത്ത് കാണിക്കാറുള്ളൂ. അപ്പോൾ 70%-നേക്കാളും അധികം ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓടുമ്പോൾ ബുദ്ധിമുട്ട് കാണിക്കും. ഇനി നല്ല സ്പീഡിൽ നടക്കാൻ അല്ലെങ്കിൽ ധൃതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് 60%-നേക്കാൾ അധികം 80%-നേക്കാൾ അധികം 80%-നേക്കാൾ അധികം ബ്ലോക്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി വെറുതെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിമ്മിഷ്ടവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് 90%-നേക്കാളും അധികം ബ്ലോക്ക് ഉണ്ടെന്നാണ്. ഇതറിയാൻ വേണ്ടി നമ്മൾ ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സ്ഥലത്തിലും ഈ വയറ് കടത്തി വിടുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് അതിന്റെ തുമ്പ് തൊട്ട് പങ്ക്ചർ ആവാനോ സ്ക്രാച്ച് ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാനും പല ദോഷങ്ങൾക്കും കാരണമുണ്ട്. അത് നമുക്ക് ഹെൽത്തിന് നല്ലതുമല്ല. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഉണ്ട് എന്നും അതിൽ എത്ര ശതമാനം എവിടെയാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത്. അത് നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ചെയ്യാൻ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ല, നമുക്ക് ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചില ജീവിത ചിട്ടകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യത്യാസപ്പെടുത്തിയാൽ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറിക്കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഓടുമ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഓടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഓടുമ്പോൾ അധികം ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമുക്ക് 70%-നേക്കാളും കുറവാണ് ബ്ലോക്ക് ഉള്ളത്. അപ്പൊ പിന്നെ അത് പേടിക്കേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി നമുക്ക് ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നാണ്. നമുക്ക് നടക്കുമ്പോ അല്ലെങ്കിൽ ഓടുമ്പോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ കിതപ്പ് ഉണ്ടാവും, പുറത്ത് വേദന ഉണ്ടാവും, നെഞ്ചിലെന്തോ ഭാരം കയറ്റി വെച്ച പോലെ ഉണ്ടാവും, നെഞ്ചുടിപ്പ് പോലെ ഉണ്ടാവും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുക, കഷ്ടപ്പെടുക, നടുക്കടലിൽ നിൽക്കാൻ തോന്നുക, നമുക്ക് ഉയരം കയറും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കയറുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെ കൈകാൽ കഴപ്പ്, മേലുവേദന, അങ്ങനെയുള്ള കുറെ ഭയങ്കര ദേഷ്യം വരും, അങ്ങനെ ഒരു പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, ഇതെല്ലാം ഇതിനോട് ചേർന്ന ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ പലരുടെയും വിചാരം നെഞ്ചുവേദനയാണ് ഹൃദയത്തിന്റെ. നെഞ്ചുവേദന ചിലവർക്ക് വരണമെങ്കിൽ കുറെ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിത രീതികളിലോ വ്യത്യാസപ്പെടുകയും ഡോക്ടറെ കണ്ട് ഒരു മെഡിക്കൽ മാനേജ്മെന്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഡോക്ടറെ കണ്ട് പറഞ്ഞ് അത് അങ്ങനത്തെ ഒരു മാനേജ്മെന്റ് കുറച്ചു നാൾ തുടർന്ന് എത്രയും വേഗം അപകടാവസ്ഥയിൽ നിന്നും നമ്മൾ പിന്നിലേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അതിനുള്ള കാരണങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നത്. സാധാരണ എല്ലാവർക്കും 10-20 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച കുറഞ്ഞു. പിന്നെ വളരെയധികം വളർച്ച കുറഞ്ഞത്, അതായത് സെൽ ഡെത്ത് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാൻ 40 വയസ്സിന് ശേഷം. അപ്പോൾ നമുക്ക് 20 വയസ്സ് തുടങ്ങിയിട്ട് തന്നെ നമുക്ക് ഈ ബ്ലോക്ക് വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് നടക്കും, ഇതൊക്കെ ചെയ്യും ചെറുപ്പത്തിലൊക്കെ. പക്ഷെ 40 വയസ്സൊക്കെ നമുക്ക് പലരും ഒരു വീട്ടിൽ കുറച്ച് കുറയും എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്തായാലും സെൽ ഡെത്ത് കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് ഈ സാധ്യത ഇങ്ങനെ കൂടി വരുന്നതിന് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫാറ്റ് ശരീരത്തിൽ ഇങ്ങനെ ചെല്ലുന്നതോറും നമുക്ക് കൊളസ്ട്രോൾ കൂടും നമുക്ക്. അപ്പൊ ഈ കൊളസ്ട്രോൾ കൂടാൻ ഇരിക്കണം. അതുപോലെ ട്രൈഗ്ലിസൈഡ്സ് കൂടരുത്. കൊളസ്ട്രോളിന്റെ വേറൊരു ഘടകമാണ് ട്രൈഗ്ലിസൈഡ്സ് കൂടരുത്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ് ഉള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ദേഷ്യം, പേടി, അതുപോലെ പിടിവാശി, പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയ ആൾക്കാർ, ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വയസ്സാവുന്ന ഒരു അവസ്ഥ എത്തിച്ചേരാം. അതായത് ഈ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരാണ്.
അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ തീരെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും ഇല്ല, വൈറ്റമിൻസും മിനറൽസും ഒന്നും ഇല്ല സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നത്, ഫൈബേഴ്സ് ഉള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അതുപോലെ തന്നെ ഹൈ ഷുഗർ ഉള്ള ആൾക്കാർ, ഷുഗർ ഇപ്പോൾ ബോർഡർ ലൈൻ ആണ്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാവരും PPBS മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാറേ ഇല്ല. അത് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം നമ്മൾ. അതുപോലെ പ്രധാനമായിട്ടും സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക് ഇത് 10-60 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്കൊക്കെ 10-20-40 വയസ്സിലുള്ള തുടങ്ങുന്നുണ്ടാവും, പക്ഷെ പുറത്ത് വരാൻ ആ സമയത്താണ്. അപ്പൊ ആ പുറത്ത് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞു, എന്താ കാരണങ്ങൾ എന്ന് അറിഞ്ഞു. അപ്പൊ ഈ കാരണങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മതി. അപ്പൊ ആദ്യം തന്നെ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം തന്നെ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ സ്മോക്കിംഗ് നിർത്തുക. അതായത് തന്നെ നമ്മൾ ഒരു 50% നമ്മൾ ആ കടമ കടന്നു. അത് ഷുഗർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആയുർവേദ വിധി പ്രകാരം ഞാൻ പറയും, ഷുഗർ ഉള്ള ആൾക്കാർക്ക് മഞ്ഞൾപ്പൊടി 100 ml എടുത്തിട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, നെല്ലിക്കനീര് 100 ml എടുത്തിട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രാവിലെ വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ ഞാൻ പറയാറുണ്ട്. അത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, ഷുഗർ കൂടിയിട്ട് സെൽ ഡെത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 10-15 ദിവസം കൂടുമ്പോഴെങ്കിലും അവിപത്തികര ചൂർണം 3 ടീസ്പൂൺ എടുത്തിട്ട് കരിക്കും വെള്ളത്തിൽ, ഷുഗർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കരിക്കും വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി കുളിച്ച് കിടന്നുണ്ടെങ്കിൽ ഒരു ശോധന ഉണ്ടാവും. വയറിനിടയ്ക്ക് ശോധന ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ദഹനക്കേടും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അഷ്ടചൂർണം പൊടി മേടിച്ചിട്ട് വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ആ വൈദ്യന്മാരുടെ അടുത്ത് നല്ല ഉണ്ടാക്കി തരും. അത് മേടിച്ചിട്ട് ഭക്ഷണത്തിന് മുന്നിൽ, സാധാരണ ഭക്ഷണത്തിന് ഇടയിൽ കഴിക്കുന്നത്, പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഭക്ഷണത്തിന് 10 മിനിറ്റ് മുന്നേ കഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ഡൈജഷൻ ഉണ്ടാവും. അപ്പൊ ഇത് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടാനുള്ള സാഹചര്യം കുറവായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനം ചില കാര്യങ്ങൾ അറിയേണ്ടത്, നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹാർട്ടിന്റെ മസിൽ ഇപ്പൊ ബ്ലോക്ക് വന്ന് അറ്റാക്ക് വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മൾ ഹാർട്ട് മസിൽ നാശമായി ഹൃദയം മാറ്റി വെക്കാൻ പറയുന്ന സമയത്താണ് എൻ്റെ അടുത്ത് പേഷ്യൻസ് വരിക. അവരെ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5-6 കുറച്ച് നാൾ ആദ്യത്തെ ഒരു 34 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവർ നടക്കാൻ പോകും, ഒരു കാര്യങ്ങളൊക്കെ ജോലിക്കൊക്കെ ചെറുതായിപ്പോൾ പോകാൻ തുടങ്ങും. പിന്നെ ഒരു 5-6 മാസം കൊണ്ട് തന്നെ കുറേശ്ശെ പമ്മയും കൂടി തുടങ്ങും. 1-2 വർഷം കൊണ്ട് ഇവർ സാധാരണ സ്വന്തം ഹൃദയം തന്നെ സാധാരണ നല്ല ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഒരുവിധം എല്ലാവർക്കും ആയി കിട്ടാറുണ്ട്. അപ്പൊ ഈ പറയാൻ കാരണം, അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഹൃദയത്തിന് സ്വന്തമായിട്ട് കൊളാട്രൽസ്, അതായത് ബൈപ്പാസ് നമ്മുടെ ഹാർട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അല്ലാതെ അങ്ങനെയാണ് നാശായ മസിൽ തിരിച്ച് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാശാവാത്തതിനെ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് നടക്കുക എങ്ങനെയാ? രാവിലെ വൈകുന്നേരം 20 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയിട്ട് നടക്കുക. അപ്പൊ നടക്കാൻ പറ്റുന്ന ആൾക്കാർ കുറേശ്ശെ ഓടാൻ നോക്കുക. ഓടാൻ പറ്റുന്ന ആൾക്കാർ കുറച്ചും കൂടി സ്പീഡ് കൂട്ടാൻ നോക്കുക. അല്ലെങ്കിൽ വെയിറ്റ് പിടിച്ചിട്ട് 1-2 കിലോ വെയിറ്റ് പിടിച്ചു. അപ്പൊ നമ്മുടെ അത്രമാത്രം പിള്ളേർക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടും. ഇനി സ്പീഡിൽ നടക്കാൻ പറ്റുന്ന ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടുക. അതുപോലെ സ്പീഡിൽ നടക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ചും കൂടി വെയിറ്റ് എടുത്ത് നടക്കുക. അതുപോലെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ അല്ല അതിന് പറ്റുന്നില്ല, പതുക്കെ നടക്കാൻ പറ്റുള്ളൂ, ശരി പതുക്കെ നടന്ന് 20 മിനിറ്റ് രാവിലെ വൈകുന്നേരം ആക്കുക. അങ്ങനെ സ്പീഡ് കൂട്ടി നടക്കുക. അങ്ങനെ അവനാന് പറ്റുന്ന പോലെ അവനാൻ നടന്നിരിക്കണം. ഈ നടക്കുന്നത് അറ്റാക്ക് വരാതിരിക്കാനോ ബ്ലോക്ക് വരാതിരിക്കാനോ ഒന്നുമല്ല. ഈ അറ്റാക്കും ബ്ലോക്കും വന്നാൽ പ്രധാനം എന്താണ്? നമുക്ക് അറ്റാക്ക് വരാൻ നമ്മൾ എന്തിനെ പേടിക്കേണ്ടത്? ശരിക്കും അറ്റാക്ക് എത്ര എണ്ണം വന്നാലും നമ്മുടെ ഹാർട്ടിന്റെ മസിൽ നാശാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദ്രോഗിയാകുന്ന പേടി ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് അബദ്ധവശാൽ ഒരു അറ്റാക്ക് വന്നാലും നമുക്ക് എപ്പോഴും നോക്കുമ്പോൾ ഹൃദയത്തിന്റെ മസിൽ കേടാവാൻ പാടില്ല. അത്ര മാത്രമാണ് ഈ ഡോക്ടേഴ്സ് നമ്മളെ പേടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ബ്ലോക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അറ്റാക്ക് വന്നാലും നമുക്ക് എപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അറ്റാക്ക് വന്നതിന് ശേഷം ഹാർട്ടിന്റെ പമ്പിങ് ഒരു പരിധി വിട്ട് കുറയരുത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായിട്ട് 20 മിനിറ്റ് നടക്കാൻ ഞാൻ പറയുന്നത്. നടക്കുമ്പോൾ എന്തുണ്ടാവും? ഇഷ്ടംപോലെ കൊളാട്രൽസ് ഉണ്ട്. അപ്പോൾ ഹാർട്ട് മസിലിൽ മുഴുവൻ നിറച്ച് രക്തം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് ഒരു ഭാഗത്ത് രക്തം കിട്ടും, LAD അല്ലെങ്കിൽ ICS അല്ലെങ്കിൽ RC അങ്ങനെയുള്ള ബ്ലഡ് വെസൽസിൽ കൂടെ കിട്ടുന്ന മെയിൻ വാട്ടറിൽ കൂടെ കിട്ടുന്ന രക്തത്തിനേക്കാളും കൂടുതൽ നമുക്ക് വേറെ ചെറിയ വഴി കൂടെ കിട്ടുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് നേരത്തേക്ക് രക്തം കിട്ടാണ്ടായി കഴിഞ്ഞാൽ, ഓക്സിജൻ കിട്ടാണ്ടായി അവിടുത്തെ മസിൽ നാശമായി പോകും. ആ മസിൽ നാശമായി പോകാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് ചെയ്യും വേറെ വഴി കൂടെ ഒക്കെ നമുക്ക് രക്തം ഈ മസിൽസിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മസിൽ നാശാവില്ല. പിന്നെ നമുക്ക് എത്ര ബ്ലോക്ക് വന്നാലും എത്ര അറ്റാക്ക് വന്നാലും നമ്മൾ എന്തിനെ പേടിക്കുന്നത്? ഈ ഒറ്റ പോയിന്റ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഒരു കാരണവശാലും ഈ അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞ് ഉടനെ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ മരിച്ചു. നിങ്ങൾക്ക് ആലോചിക്കാം,
മരിച്ചു പോകുന്നൊക്കെ നമ്മൾ വല്ലാതെ പേടിപ്പിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ബൈപ്പാസ് ചെയ്യും. പക്ഷെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പുറമേയുള്ള ഒരു സാധനമാണ്, അത് എപ്പോഴും പുറന്തല്ല, അല്ലെങ്കിൽ അവിടെ ക്ലോട്ട് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. പലർക്കും സ്റ്റെന്റ് ഇട്ടിട്ട് ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട്. 1, 2, 3, 4 സ്റ്റെന്റ് ഒക്കെ ഇട്ടിട്ട് പേഷ്യൻസ് വരാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ ഈ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊലകാലത്തേക്ക് ഒരു ഉപകാരം കിട്ടുന്നില്ല. പിന്നെ എന്തിനും നമ്മളത് ചെയ്യുന്നു? അത് ചെയ്താലും നമ്മൾ ജീവിതകാലം മുഴുവൻ ഗുളികയും കഴിക്കണം. ഈ പറഞ്ഞ പ്രക്രിയ ഞാൻ പറഞ്ഞില്ലേ, നടക്കലും ഭക്ഷണം നിയന്ത്രിക്കുന്ന കാര്യമെല്ലാം നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കണം. അപ്പൊ പിന്നെ ഇത് ഇതിനേക്കാളും മുന്നേ തുടർന്നാൽ ഇപ്പൊ എന്താ? കാരണം നമ്മൾ പറഞ്ഞു ഞാൻ നടക്കണം, അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒഴിവാക്കണം, ഷുഗർ കൺട്രോൾ ചെയ്ത് കിടക്കണം, നെല്ലിക്ക കഴിക്കണം, വൈദ്യുതികര ചൂർണം കഴിക്കണം, അഷ്ടചൂർണം കഴിക്കണം, രാവിലെയും വൈകുന്നേരം 20 മിനിറ്റ് ചുരുങ്ങിയിട്ട് നടക്കണം. സ്ട്രെസ് ഉള്ള ആൾക്കാരാണ്, ഡോമിനേറ്റിംഗ് ക്യാരക്ടറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ നല്ല സന്തോഷം തരുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയിലോ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളികളിൽ ഏതെങ്കിലും പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു റിലാക്സേഷൻ ആയിട്ട് വരും. അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പിന്നെ നമുക്ക് മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ എവിടെയെങ്കിലുമൊക്കെ സാഹചര്യം കിട്ടിയാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവനാനെ തന്നെ ഒരു ഭയങ്കര ആത്മസംതൃപ്തി ഉണ്ടാവും. അപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് HDL കൂടും. HDL കൂടാൻ ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങൾ നടക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ HDL കൂടും. ശരീരത്തിൽ അത് ഇഷ്ടംപോലെ ആന്റിഓക്സിഡൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ നാശമായി പോകുന്ന സെല്ലുകൾ ഉണ്ടോ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാറുണ്ട്. അധികം നാശമായി പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷനിൽ കൂടെ നമുക്ക് ഉണ്ടാക്കി. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്ന സ്വഭാവങ്ങളാണ്. ഇനി നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞു ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പോൾ അറ്റാക്ക് ആയിട്ട് ചെല്ലണം. അപ്പൊ ആ ഡോക്ടർ പറയുകയാണ് നമ്മുടെ അടുത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, നമ്മൾ അത്രയും ദിവസവും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കളരി ഇതൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പൊ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നു? അപ്പൊ ഞാൻ പറഞ്ഞു 70%, 80%, 90% ബ്ലോക്കിനെ കുറിച്ച്. അപ്പൊ നമുക്ക് 70% ഉള്ള ഒരാൾ പലർക്കും ഓരോ തരത്തിലാണ്. ഇപ്പൊ 10-20, 70%, 80% ആണെങ്കിൽ ചുരുങ്ങിയത് 5 വർഷമെങ്കിലും എടുക്കും. ചില ആൾക്കാർ പക്ഷെ 70% ആൾക്കാർ ഇത്രയും നേരം കണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് അറ്റാക്ക് വരുന്നത് കാണാം. അതെന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് പ്രഷർ കൺട്രോൾ ആവാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ രക്തക്കൊഴലുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക്, അതിനെ ചുറ്റും കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ടാവും. ഈ മെംബ്രെയിൻ എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ബേസ്റ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ എന്ത് ചെയ്യും? അവിടെ ഹീൽ ചെയ്യാൻ വേണ്ടി രക്തം RBC സെൽസും ഇതൊക്കെ സെല്ലുകൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ക്ലോട്ട് ഫോം ചെയ്യും. അവിടെ ബ്ലോക്ക് ഉണ്ടായി 100% ബ്ലോക്കായി അറ്റാക്ക് വരെ ചെയ്യുന്നത്. അതാണ് നമുക്ക് ഉണ്ടാവുന്ന ഒരു സാധാരണ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർമാർ ഇത് വളരെ നിർബന്ധമാണ് അങ്ങനെ ചെയ്യുന്ന പറയാം. അതിൽ മാക്സിമം നിങ്ങൾ ബലൂൺ പ്ലാസ്റ്റി ചെയ്യാം. അതിനപ്പുറം ഒന്നും ഹാർട്ടിനുള്ളിൽ ഇടാൻ സമ്മതിക്കരുത്. കാരണം ബലൂൺ പ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തെ അപകടാവസ്ഥ നമ്മൾ വിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റും ഇതേപോലെ ഭക്ഷണ നിയന്ത്രണവും കഴിച്ച് കുറച്ച് നാൾ ജീവിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ മരുന്നും കഴിച്ച് വിഷമിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 40 വയസ്സിൽ തന്നെ ഒരു 70 വയസ്സുള്ള ആളുടെ ജീവിതം നീക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു വാർണിംഗ് ആയിട്ട് എടുക്കണം. നിങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് ഈ രോഗത്തിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. ഈ ബ്ലോക്ക് എന്നുള്ളത് പേടിക്കേണ്ട ഒന്നുമല്ല, നമ്മൾ സാധാരണ വയസ്സാവുന്ന ഒരു അവസ്ഥയാണ്. അതിൽ കൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മുടെ ജീവിത രീതികളും അതിനെ ആഡപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ റിവേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ബ്ലോക്ക് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 70% ആൾക്കാർ 60% ആക്കാൻ നോക്കണം. അപ്പോൾ എന്തുണ്ടാവും? ഈ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് മെമ്പറൈൻ പൊട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 70 അല്ലെങ്കിൽ നമുക്ക് ഓടുമ്പോൾ ഇത്രയും നാളും കുഴപ്പമില്ലാത്ത ഒരാൾക്ക് അപ്പൊ എന്ത് ചെയ്യണം? 70 കുറച്ച് ഓടുമ്പോൾ കുഴപ്പമുണ്ട് ഇപ്പൊ. അപ്പൊ എന്ത് ചെയ്യണം? ഇതുവരെ പൊട്ടിയിട്ടില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ 70 ഇത് കുറച്ച് കുറയ്ക്കാൻ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നടക്കുമ്പോൾ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 80% ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണം? അതിങ്ങനെ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 70-60% ആയിട്ട് നമുക്ക് ഇനി അവിടെ ആ സ്ക്രാച്ച് ആവാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അറിയണം ഈ കാര്യങ്ങളെല്ലാം. ഭക്ഷണത്തിൽ നന്നായിട്ട് ആന്റിഓക്സിഡൻസ് ഉള്ള സാധനങ്ങൾ കൂട്ടുക, ഫൈബേഴ്സ് ഉള്ള സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ പറയാന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കുക, ഇഷ്ടംപോലെ വെജിറ്റബിൾസ് കഴിക്കുക. ഒരു 5 ഗ്ലാസ് കൈതച്ചക്ക ജ്യൂസ് കൈതച്ചക്ക ജ്യൂസ്, പൈനാപ്പിളിന്റെ ജ്യൂസ്, ആപ്പിളിന്റെ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, ഇതെല്ലാം ഭയങ്കര നല്ലതാണ്. കിവി, അതുപോലെ ഓറഞ്ച്, ലെമൺ, ജിഞ്ചർ, ഗാർലിക്, ഇതെല്ലാം ഭക്ഷണത്തിൽ കൂട്ടാൻ നോക്കുക. അതുപോലെ തന്നെ എന്താ പറയാ തവിടുള്ള ഭക്ഷണ അരി, അത് നമ്മൾ ഒരിക്കലും വെള്ളരി കഴിക്കാതെ ചുവന്ന അരി കഴിക്കാൻ നോക്കുക. ചുവന്ന അരി കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ വീറ്റ് കഴിക്കാൻ നോക്കണം. അതൊക്കെ ബ്രാൻഡ് ഉള്ളതായിരിക്കണം.
അല്ലാതെ നമ്മൾ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പേടിച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളാൽ മറ്റുള്ളവർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതിൽ കാര്യമില്ലല്ലോ. നമ്മളാൽ നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാർക്കും നന്നാക്കാൻ നോക്കാമല്ലോ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ. ഇത് കഴിയുന്ന അത്ര ആൾക്കാരിൽ എത്തിക്കാൻ നോക്കണം. ഈ ബ്ലോക്ക് എന്താണെന്നും അതിന്റെ കാരണങ്ങൾ എന്താണെന്നും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് കഴിയുന്നതും ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 പേരെങ്കിലും ഈ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ചെയ്യാതെ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. എല്ലാവർക്കും സാധ്യത.